3-4 വർഷമായിട്ട് 3-4 വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾ ഒരുമിച്ച് അന്ന് തൊട്ട് നിങ്ങളൊരു ടീമാണ്. നമ്മളെ വിളിക്കുന്ന ആരും നിരാശപ്പെട്ടില്ല ഉറപ്പ്? ഇല്ല ആരും നിരാശപ്പെടും. കാരണം സ്ത്രീകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലിപ്പോ ഞങ്ങൾക്ക് തയ്ക്കാൻ മാത്രമല്ല, ഇതിപ്പോ ആവശ്യക്കാർക്ക് ഞങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു വരുമാനവും ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സെയിലും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരാൾക്ക് ഒരു തയ്യൽക്കാരുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഇതിനകത്ത് എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ട്. രാവിലെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് തയ്ക്കാനിരിക്കും. ഒരു 7-8 രൂപയൊക്കെ 7,000-8,000 ഒക്കെ സംതിങ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? കിട്ടുന്നു. ഹാപ്പിയാണ്. 300ഓളം സ്ത്രീകളെ ചേർത്ത് നിർത്തി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ദേ നിൽക്കുന്ന ലക്ഷ്മി. ഈ ലക്ഷ്മിയുടെ കമ്പനിയുടെ പേര് D&D ഫാബ്രിക്സ് എന്ന. 1 രൂപ പോലും കയ്യിലില്ലാതെ ഒരു സ്ത്രീകളും ഇനി പണിയില്ലാതെ വീട്ടിലിരിക്കണ്ട. വേണ്ട, അവർക്കൊക്കെ പണി കൊടുക്കും. എന്ത് പണിയാ കൊടുക്കണം എന്നുള്ളത് നമുക്ക് ദേ അകത്തേക്ക് കയറാം. D&Dയുടെ ഫാബ്രിക്സിന്റെ അകത്താണ് നിൽക്കുന്നത്. നിങ്ങൾ എങ്ങനെ ജസ്റ്റ് നോക്കിയാൽ കാണാം, ഇവിടെ മുഴുവനും സ്ത്രീകളാണ്. അതായത് 99% 100% സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണിത്. നമ്മൾ എന്താണ് ഇവിടെ കുറെ തുണികൾ മാത്രമേ കാണുന്നത്, സംഭവം എന്താണ് ഇവിടെ നൈറ്റീസിനുള്ള ഇപ്പൊ വിരിക്കുന്ന നമ്മള് നൈറ്റിക്കുള്ളതാണ്. ഓക്കെ, നൈറ്റി ഉണ്ട്, നമ്മള് ഫ്രോക്ക് ടൈപ്പ് നൈറ്റികളുണ്ട്. നൈറ്റികളുടെ തന്നെ പല വേർഷൻസ്. എന്റെയൊക്കെ പറഞ്ഞു 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ സ്ത്രീകൾക്ക് ഈ സംരംഭത്തിൽ പങ്കാളിയാകാം. അതെങ്ങനെ സംഭവിക്കും? കാരണം നമ്മളാണ് ഇതെല്ലാം കൊടുക്കുന്നത്. തയ്ക്കാൻ വേണ്ടി നമ്മളുടെ പൈസ ഇട്ട് നമ്മൾ കൊടുക്കുവാണ്. ഒരാളുടെ കയ്യിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുവാണ്. അവരുടെ കയ്യിലിരിക്കുമ്പോൾ അവർക്ക് വർക്ക് ചെയ്ത് അവരെ 1 രൂപ പോലും ഇതിൻ്റെ അകത്ത് മുടക്കുന്നില്ല. ഒരു നൂലായിട്ട് ഒന്നും മുടക്കുന്നില്ല. നമ്മളാണ് ഇതെല്ലാം മുടക്കി അവരുടെ കയ്യിൽ കൊടുക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങളുടെ കൈവശം ഒരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കാനുള്ള മുഴുവൻ മെറ്റീരിയൽ നമ്മൾ തരും. അപ്പം അതിന്റെ ട്രെയിനിങ് നമ്മൾ തന്നെ കൊടുക്കും. കാരണം നമ്മൾ തയ്ക്കാനുള്ള ഓരോ മോഡലും ഓരോ രീതിയിലാണ് തയ്ക്കുന്നത്. ആ രീതിയിൽ നമ്മളത് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കും. ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും. ലേസ് എവിടെ വെക്കണം, അക്കോബ എവിടെ വെക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. ഫസ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ ഓരോന്നിനും ചെക്ക് ചെയ്യുകയാണ്. ഓരോ പീസുകളും നമ്മളെടുത്ത് ചെക്ക് ചെയ്യും. ഇതിനകത്ത് ഡാമേജുകളുണ്ടോ, എന്തെങ്കിലും കീറലുണ്ടോ, വലിച്ചിലുണ്ടോ എന്നൊക്കെ നോക്കും. ഇതെല്ലാം ഡാമേജ് ആയിട്ട് മാറ്റിയിട്ടിരിക്കുന്ന ഡാമേജ് എങ്ങനെ മനസ്സിലാകും? ഇതിന്റെ അകത്ത് ഇത് കണ്ടോ, ഇത് കീറിയിരിക്കുന്നുണ്ടോ? ഇത് നമുക്കൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റൂല. ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സാധനങ്ങള് നമ്മള് എങ്ങോട്ടേക്കാ പോകുന്ന? അടുത്ത സ്റ്റെപ്പ് പോകുന്നത് എന്താ? ഇനി ഇത് കട്ട് ചെയ്യാൻ പോകും. ഇവിടുന്ന് നേരെ പോണ കട്ടിങ്ങിലേക്ക് പോകുന്നു. ഇവിടെ നടക്കുന്നത് ലൈനിങ് കട്ട് ചെയ്ത് വെക്കുന്നു. ഇത് പല കട്ടിങ്. ഇത് ചുരിദാർ കട്ടിനുള്ളതാണ്. ഇത് റൗണ്ട് കട്ട് ചെയ്യുന്ന ഫ്രില്ല് ടൈപ്പിലുള്ള 20 പീസിനുള്ള നമ്മൾ കട്ട് ചെയ്ത് വെക്കും. ഇത് 20 പീസാണ്. അത് 20 പീസിനുള്ളതാണ്. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന 20 പീസാണ്. 20 പീസാണ്. 20 എണ്ണം വെച്ചുള്ളത്. 20 എണ്ണം വെച്ചുള്ളത്. ഒരാൾക്ക് 5,000 രൂപയുടെ അല്ലട്ടോ കൊടുക്കുന്നത്. നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 25,000 രൂപയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ഒരു അറ്റ് ടൈം കൊടുക്കുന്നുണ്ട്. ഈ സംഭവം എന്താ ഇങ്ങനെ കുറെ ബണ്ടിലൊക്കെ വെച്ചിരിക്കുന്നത്? എന്താ സംഭവം? അത് കട്ട് ചെയ്ത് എല്ലാം അതിൻ്റെ അത് സെറ്റ് ചെയ്ത് ഒരാൾക്ക് കൊടുക്കാനുള്ള ഇതാക്കി വെച്ചേക്കുന്നത്. ഇങ്ങനെയാണ് ഒരാൾക്ക് ഒരു തയ്യൽക്കാരുടെ വീട്ടിൽ ഇങ്ങനെയാണ്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇതിനകത്ത് ലേസ് ഉണ്ട്. ഇത് അക്കോബയുണ്ട്. അക്കോബയ്ക്ക് ചേരുന്ന കളറിലുള്ള ലൈനിങ് ഉണ്ട്. അതിനുള്ള നൂലുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വെക്കാനുള്ള എലാസ്റ്റിക് ഉണ്ട്. പിന്നെ ഒരു പേപ്പർ ഉണ്ട്. അവരെങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ള രീതി അതുവരെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബ്രാൻഡ്. ഇത് എല്ലാ കളേഴ്സും ഇതിന്റെ അകത്ത് ഉപയോഗിക്കാനുള്ള എല്ലാ സാധനവും നമ്മൾ കൊടുക്കും. പാക്കായിട്ട് കൊടുക്കും. അവർക്ക് തയ്ക്കേണ്ടവർക്ക് എളുപ്പത്തിന് ഇത് വായിച്ചു നോക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഇത് നമ്മൾ ഈ പറയുന്ന 300 പേര് പണിയുന്ന ഈ നൈറ്റുകളെല്ലാം വരുന്നത് ഇതിന്റെ അകത്തേക്കാണ് വരുന്നത്. ലക്ഷ്മി, ഇവിടെയാണ് നമ്മുടെ ഫൈനൽ വർക്ക് നടക്കണം അല്ലേ? നമ്മൾ തയ്ച്ചു വന്നിരിക്കുന്നതൊക്കെ ഇവിടെയാണ് വന്നിട്ട് സോർട്ട് ചെയ്യുന്നത്. ഇതെന്താ സംഭവം? എന്താ ഇത് ഓരോ പാർട്ടികൾക്ക് അയക്കാനുള്ളതാണ്. ഇന്ന് ഡെസ്പാച്ചിങ്ങിനുള്ളതാണ്. ബണ്ടിലാക്കി വെച്ചിരിക്കുകയാണ്. ലക്ഷ്മി, നമുക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഫുള്ള് നൈറ്റുകളാണ് കാണുന്നത്. മൊത്തം അടുക്കിയിട്ടിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ മോഡൽ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെ മോഡൽ ഉണ്ടെന്ന് ആ മോഡൽ ഒന്ന് കാണിക്കാലോ. ഇതിപ്പോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യുന്ന അക്കോബ വെച്ച ഫ്രോക്ക് ടൈപ്പ് നൈറ്റിയാണ്. ഫ്രോക്ക് ടൈപ്പ് നൈറ്റിയുടെ തന്നെ പല വേർഷൻസ്. ഇങ്ങനെ കുറെ വേർഷൻസ് ഉണ്ടല്ലേ ഇതെല്ലാം അല്ലേ? അടുത്ത ഫീഡിംഗ് ടൈപ്പ് ആണ്. ഫീഡിംഗ് ടൈപ്പ് അതുകൊണ്ട് നമുക്ക് എല്ലാ മോഡൽസും ഉണ്ട്. എല്ലാ മോഡൽസും ഉണ്ട്. ഇത് കൈയില്ലാത്ത ടൈപ്പ്. വി കട്ടോട് കൂടി വന്ന് എലാസ്റ്റിക് ഉള്ളതുണ്ട്. അതായത് നമുക്ക് ഇന്ന് നിലവിൽ ഏതൊക്കെ ഫാഷനബിൾ സാധനം ഇറങ്ങുന്നുണ്ടോ അതെല്ലാം ഉണ്ട്. അല്ല നമ്മുടേതായിട്ടുള്ള മോഡൽസ് ഉണ്ടല്ലേ? കുറച്ച് ഇതെല്ലാം നമ്മുടെ മോഡൽസ് ആണ്. നമുക്കിപ്പോ എത്ര മോഡൽസ് ഉണ്ടോ ഏകദേശം ഇവിടെ? എനിക്ക് തോന്നുന്നു ഒരു 50 മോഡലോളം കാണും. 50 മോഡലോളം കാണും. കാണും. ഈ കുറെ ബുക്ക് അടിക്കും. സംഭവം എന്താണിത്?
ഇതിന്റെ അകത്ത് നമ്മൾ ഒരു 400ഓളം പേര് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ കണക്കുകൾ എഴുതി വെക്കുന്നതാണ്. ഇത്രയും പേരാണ് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു വനിതാ കൂട്ടായ്മയാണ് അല്ലേ, നമ്മളോട് സഹകരിക്കുന്ന വനിതാ കൂട്ടായ്മയാണ്. ഇതിപ്പം 5 പേരുടെ കൂട്ടായ്മയാണ് ഇത്. അതെ അതെ, 5 പേരുണ്ട്. 5 പേരാണല്ലേ. പേരെങ്ങനെയാ? നസിയ ആയിട്ടുള്ളതാണോ? ഫുൾ ടൈമർ ആണ് ആണല്ലേ. എത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടെ? ഞങ്ങളൊരു ഡെയിലി ഒരു 10-12 തയ്ക്കും. നമ്മൾ തയ്ച്ചു വിടും അല്ലേ? ഓക്കെ. നമ്മുടെ കാര്യം നടക്കാനുള്ള പൈസ ഇതിന്റെ അകത്ത് കിട്ടുന്നുണ്ട് അല്ലേ? പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഈ ഒരു സംരംഭത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് 5 സ്ത്രീകളുടെ ഒരു യൂണിറ്റ് ആണ്. തൊട്ടടുത്ത് വേറെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പ് അല്ലേ? രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇത് ഈസി ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ അടുത്തുള്ള 2 യൂണിറ്റ്. 3 വർഷം. 3 വർഷമായി. എത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ? ഞങ്ങള് എല്ലാരും ഒരുവിധം 30 ഒക്കെ ചെയ്യുന്നുണ്ട്. പെർ ഡേ ചെയ്യും. ഓ, അപ്പൊ ഏകദേശം ഒരു നല്ല വരുമാനം കിട്ടുന്നുണ്ട്. നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഇത് തുടങ്ങിയ ശേഷം ജീവിതത്തില് വീട്ടിൽ വേണ്ട ഒരു അത്യാവശ്യ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് വരുമാനം ഇതിന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇതിൽ തന്നെ നിൽക്കുന്നത്. ഹാപ്പിയാണ് അല്ലേ? ഇതിലോട്ട് വന്ന ശേഷം ഹാപ്പിയാണ്. താമസിക്കാൻ തോന്നുന്നു അല്ലേ? അതെ അതെ, നേരത്തെ കിട്ടണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കും ഗ്രൂപ്പുകളായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സംരംഭത്തിന്റെ ഭാഗമാകാം. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുഴുവൻ സമയവും മറ്റൊരു സ്ത്രീയുണ്ട്, ലക്ഷ്മിയുണ്ട്. ഇത് നമ്മുടെ അടുത്ത ഒരു ഫാമിലിയിലെ 3 പേരും അല്ലേ? അതെ അതെ, 3 പേര് ചേട്ടത്തിയനിയത്തിമാരാണ്. 3 പേരും ചേട്ടത്തിയനിയത്തിമാരാണ്. ഇവര് നമ്മുടെ കൂടെ തയ്ക്കാൻ തുടങ്ങി 2 വർഷത്തോളമായി. 2 വർഷത്തോളമായി. എങ്ങനെയുണ്ട് പരിപാടി? കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകും. ഇതിലിപ്പോ ഞങ്ങൾക്ക് തയ്ക്കാൻ മാത്രമല്ല, ഇതിപ്പോ ആവശ്യക്കാർക്ക് ഞങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു വരുമാനവും ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സെയിലും ചെയ്യുന്നുണ്ട്. നിങ്ങൾ 3 പേര് സെല്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെല്ല് ചെയ്യാൻ നമുക്ക് നല്ല ഓളം ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്നു. അതിന്റെ വരുമാനം വേറെ കിട്ടും. വീടുകളിലുള്ളവരൊക്കെ നമ്മളോട് വാങ്ങിക്കുമല്ലോ, കറക്റ്റ് അളവൊക്കെ കിട്ടും അവർക്ക്, കറക്റ്റ് അളവ്. അപ്പൊ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നന്നായിട്ട്. അപ്പൊ അവരെടുക്കും, എല്ലാവരും എടുക്കുന്നുണ്ട് ഒരുമാതിരി. അപ്പൊ ആ വരുമാനമുണ്ട്. തയ്ക്കുന്ന വരുമാനമുണ്ട്, സെയിൽ ചെയ്യുന്നതിന്റെ വരുമാനമുണ്ട്. നിരന്നിരിക്കുന്ന നോക്കിയേ, ഇത് ഒരു ടീമാണ്. അതായത് ടീം എന്ന് പറയാൻ പറ്റില്ല, ഒരേ കുടുംബക്കാരാണ്. ഇവര് എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട്? ഇവര് 3-4 വർഷമായിട്ട് 3-4 വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾ ഒരുമിച്ച് അന്ന് തൊട്ട് നിങ്ങളൊരു ടീമാണ്? അതോ ഒരാൾ തുടങ്ങിയിട്ട് മറ്റുള്ള അങ്ങനെ ആയതാണ്? ഞങ്ങളെല്ലാവരും ഒരു ടീമായിട്ട് ചെയ്യണത്. രാവിലെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് തയ്ക്കാനിരിക്കും. എത്ര മണി ഇരിക്കും? വൈകിട്ട് ഒരു 6 മണി വരെയൊക്കെ ഇരിക്കും. 6 മണി ഇരിക്കും. എത്ര രൂപ നമുക്ക് ഒരു മാസം ഇതിന്റെ അകത്ത് തന്നെ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്? ഒരു 7-8 രൂപയൊക്കെ, 7,000-8,000 ഒക്കെ സംതിങ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഇത് നമ്മളൊരു കൂട്ടായ്മ പരിചയപ്പെട്ടു. അത് സഹോദരിമാരാണ്. അതായത് കെട്ടുവന്നവരും അവിടെ ഉള്ളവരൊക്കെ ആയിട്ടുള്ള ഒരു ടീമാണ്. ഏകദേശം 5 പേര് സുഖമായിട്ട് അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. 10,000 രൂപ മാസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ലക്ഷ്മി, ഇതിപ്പോ നമ്മള് ഇന്ന് തയ്ച്ചു വന്നാണ്. എങ്ങനെയാണ്? ഇന്ന് തയ്ച്ചു വന്ന ഐറ്റംസ് ആണ്. ഓരോ ദിവസം ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഓരോ ദിവസം വന്നോണ്ടിരിക്കും. ഇത് ഓരോ കെട്ട് നമ്മൾ ഓരോ ആളുകളിൽ നിന്ന് വന്നാണല്ലേ? ഓരോ ആളുകളിൽ നിന്ന്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ നൈറ്റി എടുത്ത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമുക്കൊരു ഏരിയ മാത്രമേ ഇപ്പൊ പറ്റത്തുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് സംരംഭമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് സെല്ലിംഗ് ഓപ്ഷൻസ് ആണ്. അപ്പൊ എന്ത് രീതിയിൽ നിങ്ങൾക്ക് ഈ സംരംഭമായിട്ട് ജോയിച്ച് വർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങളുടെ തീരുമാനം ഈ നമ്പറിലോട്ട് വിളിച്ച് അറിയിക്കുക. നാളെ മുതൽ എൻ്റെ ഭാഗമാക്കുക. വീണ്ടും മറ്റു വീഡിയോ. അതുവരെ ബൈ ബൈ.